കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, കർത്താവേ നന്ദി. കർത്താവേ, ഈ സമൂഹത്തിലും വിദൂരങ്ങളിൽ ഇരുന്നും ഭവനങ്ങളിലിരുന്നും രോഗക്കിടക്കയിലായിക്കൊണ്ടും ഇപ്പോൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ കൃപകൾക്ക് വേണ്ടി യാചിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കണമേ കർത്താവേ. അവരുടെ മേലുള്ള സകല പൈശാചികപ്പെടുകൾ തകർക്കണ ഈശോയെ. അവർക്ക് സൗഖ്യം നിറയെ നൽകണമേ കർത്താവേ. അവരുടെ ആത്മശരീര മനസ്സുകളെ സുഖപ്പെടുത്തണ ഈശോയെ. അത്ഭുതകരമായ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിനായിട്ട് യാചിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഈ സമൂഹം ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ വിദൂരങ്ങളിലിരുന്ന ഈ ശുശ്രൂഷയില് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണ കർത്താവേ. അവരുടെ രോഗപീഠകൾ മാറ്റണമേ. അവരുടെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ തകർക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ. എല്ലാ സന്യാസ സമൂഹാംഗങ്ങളെയും എല്ലാ സന്യസ്തരെയും വൈദികരെയും എല്ലാ അഭിഭിന്ന പിതാക്കന്മാരെയും മാർപ്പാപ്പായി അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഭവനങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഇടവക കൂട്ടായ്മകളും അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ കന്യാമഠങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ സന്യാസാശ്രമങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഭിന്നിച്ചും കലഹിച്ചും കഴിക്കുന്ന ദമ്പതിമാര് വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവരുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയട്ടെ. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധിതർ മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റുന്നുകൊണ്ട് കൈയടിച്ച് അവിടുത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയുടെ ശക്തി ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാം. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചു.
മരിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേദന തെങ്ങിയ ജീവിതവേളയിൽ കുരിശിൽ നോക്കുന്നു, അങ്ങേ തിരുമുഖ ദർശനം കാക്ഷിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുറിവുകളാലെ മാനസമിളകി ദുഃഖം പെരുകുമ്പോൾ ആശ്വാസത്തിൻ തൈലം നൽകും നാഥനെ വാട്ടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വഴിയറിയാതെ വലയം നേരം പൊൻപ്രഭ തൂകുന്ന ദിവ്യവിളക്കാം ഈശോനാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതഭാരം പേറി വലഞ്ഞ തനയർ പാടുന്നു, തവ തിരുനടയിൽ ഒന്നായി നിന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂർണ്ണാത്മാവാൽ പൂർണ്ണ മനസ്സാൽ ആരാധിക്കുന്നു, പൂജിതപാദം പുൽകി തനയർ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം നൽകിയ സ്നേഹസ്വരൂപൻ ഈശോനാഥനെ നിർമ്മല ക്രിസ്തും മനവും നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവം നൽകി ജീവനുണർത്തിയ ഈശോനാഥന് ഹൃത്തിനുള്ളിൽ ആലയമേകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവചനത്താൽ ജീവനുണർത്തിയ ഈശോനാഥനെ തിരുസ്നേഹത്തിൻ ഗീതികൾ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയനും സ്നേഹവുമായ ഈശോനാഥന്റെ കരുണ തുളുമ്പും തിരുമുഖം കണ്ടിട്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗം മാറ്റി സൗഖ്യം നൽകിയ ഈശോനാഥനെ പാപം നീക്കിയ ഹൃദയം നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ദൈവകുമാര ദൈവാത്മാവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
എന്റെ ദൈവമേ, ഓ എന്റെ യേശുവേ, ഓ എന്റെ ആത്മനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എന്റെ യേശുവേ, ഞങ്ങളെ ആശീർവദിച്ച് നിൻ കൃപയാൽ നിറച്ച് നിന്റെ ദാസരാക്കി പ്രേക്ഷിതരാക്കി മാറ്റണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹാംഗങ്ങളെയും സകല രോഗികളെയും ബന്ധിതരെയും പാപികളെയും യേശുവേ നിൻ കൃപാമാരി ചൊരിഞ്ഞ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മാനവരും സകല ദേശവാസികളും എല്ലാ രാഷ്ട്രങ്ങളും ഭരണകർത്താക്കളും സകല മതവിശ്വാസികളും സകല ക്രൈസ്തവരും തിരുസഭാംഗങ്ങളും അധികാരികളും അഭിഷിക്തരും സമർപ്പിതരും യേശുവേ ദിവ്യാശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല രോഗികളും സൗഖ്യം നേടട്ടെ. സകല പാപികളും മാനസാന്തരപ്പെടട്ടെ. സകല ബന്ധിതരും വിമോചിതരാകട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ബലികളാൽ ഞങ്ങളുടെ തപശ്ചര്യകളാൽ അനുഗ്രഹം പ്രാപിച്ച് സ്വർഗപ്രാപ്തരാകട്ടെ. തിരുമുഖ ദർശന ഭാഗ്യം അവർക്ക് നൽകണേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
രണ്ട് കരങ്ങൾ ഈശോയുടെ നേരെ ഉയർത്തി ഹല്ലേലൂയ 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 കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പേര് ജൂലിറ്റ്. അച്ഛൻ ആദ്യത്തെ ദിവസം ആരാധന നടത്തിയപ്പോൾ പറഞ്ഞ് ട്രെയിൻ ആക്സിഡന്റിൽ ഒരു നടുവേനയുള്ള വ്യക്തി, അയാൾക്ക് ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വാഴച്ചോട്ടത്തിൽ വെച്ച് പാമ്പിനെ കണ്ട് പേടിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. ഒന്ന് ട്രെയിൻ അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരാള്, പിന്നെ വാഴത്തോപ്പിൽ വെച്ച് പാമ്പിനെ കണ്ട് ഭയപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു. അത് സഹോദരിയാണോ? പറഞ്ഞോ. അപ്പൊ ഈ നടുവേന കാരണം 7 വർഷത്തിന് മുമ്പേ അവിടെ കിടന്നാണ് ഞാൻ ധ്യാനം കൂടിയത്. അപ്പൊ എന്റെ നടുവേന കാരണം എന്റെ മൂത്ത മോൻ എന്റെ കൂടെ ധ്യാനം കൂടാൻ അമ്മയെ സുഖപ്പെടുത്താൻ വേണ്ടി അന്ന് അവൻ ഗൾഫിൽ നിന്ന് വന്ന് 10 ദിവസത്തെ ലീവിന് വന്ന് ധ്യാനം കൂടിക്കൊണ്ട് പോയായിരുന്നു. അപ്പോഴെനിക്ക് നടുവേന ഉണ്ടാവും. ഞാൻ മരുന്നിന് അടിമപ്പെട്ടില്ല. ബെൽറ്റ് ഇട്ട് വെയിറ്റ് ഇട്ട് ആയുർവേദമായിരുന്നു ചേരുന്നത്. ഇനി ഇരിക്കാൻ പറ്റൂല, ഇരുന്നുകൊണ്ട് എണീക്കാൻ പറ്റൂല, ഭയങ്കര നടുവേന. മെത്തയിലും കിടക്കാൻ പറ്റൂല, തറയിലും കിടക്കാൻ പറ്റൂല. നേരത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴ് വരുന്ന സമയം വരെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഇത്രയും ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഒരു സമയം വേസ്റ്റ് ചെയ്യാതെ ഇവിടെ തന്നെ ഇരുന്നിട്ട് എനിക്ക് നടുവേനയും ഇല്ല. ഇപ്പൊ കുനിഞ്ഞിട്ട് ഇതൊന്നും നേരത്തെ മുട്ടുകുത്തി എഴുന്നേക്കാൻ പറ്റും. മുട്ടുകുത്തി ഞാൻ എത്ര വേദനയുണ്ടെങ്കിൽ ഇരുന്നാ എഴുന്നേക്കാൻ പറ്റില്ല. എഴുന്നേക്കാൻ പറ്റും. നടുവേന ജീവൻ പോകുന്ന വേദന. നടു കുനിക്കാനും പ്രയാസമില്ല. നടു കുനിച്ച് മുറ്റം തൂറ്റത്തോലില്ല കുനിഞ്ഞ്. നടു കുനിച്ച് നിവർന്നേ. വേദനയുണ്ടോ? ഇല്ല. പൂർണ്ണമായി സൗഖ്യം കിട്ടി. എത്ര വർഷമായതാ? 15 വർഷം. 15 വർഷമായിട്ടുള്ള വേദനയാണ്. ഇവിടെ കിടന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നയാളെ കഴിഞ്ഞ തവണ വന്നപ്പോൾ, ഇത്തവണ ഇവിടെ വന്നപ്പോൾ ഞായറാഴ്ച തന്നെ കർത്താവ് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ശുശ്രൂഷ അവസരത്തിൽ ട്രെയിൻ അപകടത്തിൽ. എന്താ ട്രെയിൻ അപകടത്തിൽ പറ്റിയത്? അമ്മയും ചേച്ചിയും ട്രെയിൻ വന്നപ്പം കയറി. ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയായിരുന്നു. ടിക്കറ്റ് എടുത്ത് ഓടി ട്രെയിൻ വിട്ടുപോയി. പിടിച്ച് കയറ്റിയിൽ ഇങ്ങനെ എന്തോ വളവ് സംഭവിച്ചു. ആൾക്കാരെല്ലാം കൂടെ ചേർന്ന്, അല്ലെങ്കിൽ അതിന്റെ അടിയിലോട്ട്. ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ടുള്ള നടുവിന് വേദനയായിരുന്നു ഇത്. വാഴത്തോപ്പിൽ വെച്ച് പാമ്പിനെ കണ്ട് ഭയപ്പെട്ട ആളുമാണ് ഞാനൊരു സന്ദേശം കൂടെ വിളിച്ചു പറഞ്ഞത്. എന്താ സംഭവം? വീട്ടിന്റെ അരികില് വാഴ ഇങ്ങനെ പുറകിൽ ചുറ്റിയിരിക്കുകയാണ്. മതിലിടിഞ്ഞ് വീണപ്പോ അവിടെ നിന്ന് ഓടേന്ന് പാമ്പ് ചാടിക്കേറി ഇവിടെ വന്ന് ഞാൻ പേടിച്ച് പെട്ടെന്ന് കതവ് കൂട്ടി അങ്ങ് ഭയന്നുപോയി. ആ ഭയം കിടപ്പുണ്ടായിരുന്നു. അതും മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവ് അടയാള സഹിതം നൽകിയ സൗഖ്യമാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ രോഗശാന്തി വിളിച്ചു പറഞ്ഞത്? ഇതാ കർത്താവ് ഓരോ കാര്യം നമ്മളെ സുഖപ്പെടുത്തുക മാത്രമല്ല, ഓരോന്ന് വെളിപ്പെടുത്തി തരികയും ചെയ്യാം. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് പൗലേൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാ. വലത്തെ കൈ പൊക്കാനാവുന്നില്ലായിരുന്നു. എത്ര വർഷമായിട്ട്? 4 കൊല്ലായി. എന്ത് പറ്റിയതാണ്? ബാക്ക് പെയിൻ ആയിരുന്നു എന്റെ. സ്പോണ്ടിലോസിസ്. അതെ, അത് ഡോക്ടേഴ്സ് ഒന്നും കണ്ടുപിടിക്കാനാവുന്നില്ലായിരുന്നു. കൈ പൊക്കാൻ പറ്റുന്നില്ല. കൈക്ക് ബലക്കുറവുണ്ടായിരുന്നു. ബലക്കുറവ് ഇത്രേ പൊക്കാനാവുള്ളൂ. ബാക്കിലൊന്നും കൈ പോകുന്നില്ല. ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് ബാക്കിലും പോകുന്നുണ്ട്. ഇല്ല, 4 വർഷമായിട്ട് 4 കൊല്ലമായിട്ട് ചികിത്സ ചെയ്തിരുന്നു. പക്ഷെ ഡോക്ടറിനൊന്നും കണ്ടുപിടിക്കാനാവുന്നില്ല. ഇപ്പൊ പൂർണ്ണ സൗഖ്യം. പേരെന്താണ്? പേര് പൗലിൻ. പൗലിൻ. എന്താ ജോലി? ഞാൻ ആയുർവേദിക്കിന്റെ കോഴ്സ് ചെയ്തിട്ട് ആയുർവേദിക്കിന്റെ ജോലിയാ ചെയ്യുന്നത്. ആയുർവേദിക് ജോലി. മസാജിന്റെ ആയുർവേദിക് മസാജ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെയുള്ള വേദന മാറാൻ വേണ്ടി ചികിത്സ ചെയ്യുന്ന ആളാണ്. പക്ഷേ
ആ സഹോദരിക്ക് തന്നെ രോഗമുണ്ടായിരുന്നു. കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പേര് ചെല്ലമ്മ, സ്ഥലം നെല്ലാട്. എനിക്ക് എന്റെ കാലിന്റെ മുട്ടിന് വേദനയായിട്ട് 5-6 വർഷമായി വേദന തുടങ്ങിയിട്ട്. പെട്ടെന്ന് വീണു, തളർന്ന് വീണു, 2 കാലും തളർന്ന് വീണിട്ട് ഞാൻ ചികിത്സയിലായിരുന്നു. 6 മാസമായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ സഹായം വേണം. ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ തന്നെ കൈവിട്ട് വേറെ ഒരാൾ പിടിച്ചാലേ നടക്കത്തുള്ളായിരുന്നു. പരസഹായം കൂടാതെ നടക്കാൻ പറ്റില്ല. 6 മാസമായിട്ട്. പക്ഷെ 6 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഡോക്ടർമാര് തേയ്മാനാന്ന് പറഞ്ഞു. മുട്ടിന് തേയ്മാനമാണ്. മുട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഏത് ഡോക്ടറെ ചികിത്സിച്ചിരുന്നേ? ചികിത്സിച്ച മൂവാറ്റുപുഴയിലാണ് ചികിത്സിച്ചിരുന്നത്. ഇപ്പോൾ കാലിന് ഒരു വേദനയില്ല. കാലിന് വേദന ഇല്ല, വേദന മാറി നടക്കാനും പറ്റും. നേരത്തെ ഒരാൾ പിടിച്ചാ നടന്നിരുന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോ വണ്ടിക്കാ കൊണ്ടുവന്നത്. അതെ, 6 മാസമായിട്ട് കിടപ്പ് രോഗിയായിരുന്നു. ഇവിടെ വന്നപ്പോ ഒരാൾ പിടിച്ചാണ് നടത്തിയിരുന്നത്. ബാത്റൂമിൽ കൊണ്ടുവരുന്നു. വീട്ടിൽ വന്നു ഇവിടെ ഒക്കെ. അതെ, പക്ഷെ ഇവിടെ വെച്ച് ഈ ധ്യാനത്തിന് വന്നതിന് ശേഷം 2 ദിവസമായി ഞാൻ ആള് സഹായം കൂടാതെ നടന്നു. പരസഹായം കൂടാതെ നടക്കാൻ സാധിക്കുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് റോസമ്മ, പട്ടിമറ്റമാണ് വീട്. എനിക്ക് 6 മാസമായി യൂറിക് ആസിഡിന്റെ അസുഖം വന്നിട്ട് അതിന് സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം പോലും മരുന്ന് കഴിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. ശരീരം ഫുള്ളും വേദന ഇളകും. ഈ കൈക്കൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴയും കൈയുടെ ഓരത്തിന്റെ വേദന കാരണം കൈ ഒട്ടും പൊക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ ആരാധനയുടെ സമയത്താണ് എന്റെ ഈ വേദന വിട്ട് പൂർണ്ണമായി മാറിയത്. അതിനുശേഷം എനിക്ക് നടുവിന് വേദന ഉണ്ടായിരുന്നു. ഞായറാഴ്ച മാത്യുസിന്റെ ആരാധനയുടെ സമയത്ത് നടുവേദനയുള്ളവര് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ഒട്ടും എഴുന്നേക്കത്തില്ല. 8 വർഷമായിട്ട് ഈ നടുവിന്റെ 2 വശത്തും നീരും വേദനയായിരുന്നു. ഞായറാഴ്ച ഒന്നാം ദിവസം തന്നെ ഈ വേദന പൂർണ്ണമായി എനിക്ക് സുഖപ്പെട്ടു. നടുവിന്റെ വേദന എത്ര വർഷമായതാ? 8 വർഷമായി നടുവേദന. 8 വർഷം നടുവിന്റെ വേദന മാറി. യൂറിക് ആസിഡിന്റെ ഫലമായിട്ടുള്ള ശരീരം മുഴുവനുള്ള വേദന. ഡോക്ടർ പറഞ്ഞു മരുന്ന് സ്ഥിരമായി കഴിക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല. പേരെന്താണ്? എനിക്ക് റോസമ്മ. വീട് എവിടെയാ? പട്ടിമറ്റ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. എന്റെ പേര് കേളി, കൊല്ലം പാരിപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്ക് 20 മിനിറ്റ് കൂടെ ഇരിക്കാനോ നിൽക്കാനോ പാടില്ല. ഇരുന്ന് കഴിഞ്ഞിട്ട് എണീറ്റാല് നടക്കാൻ പറ്റാതെ കുറച്ചു സമയം നിന്നിട്ട് ഇങ്ങനെ എന്തുപോലെയാണ് നടക്കുന്നത്. ഇവിടെ വന്ന് എത്ര വർഷമായി? എനിക്ക് 2003 ഒരു അപകടം പറ്റിയാണ്. ജൂൺ 28. 13 വർഷം പഴക്കമുണ്ട്. പിന്നെ 2013 ആയപ്പം കിടപ്പയായി. ഞാൻ ആയുർവേദ ചികിത്സിച്ച് എണീറ്റ് നടക്കാം. ഇവിടെ വന്നപ്പോ ഈ വേദനയൊക്കെ വേദനയുണ്ടായിരുന്നു. ആ റൂമിലായിരുന്നു. പക്ഷെ കിടപ്പ് രോഗിയായിരുന്നു. പിന്നെ ഞാനൊരു അധ്യാപിക. 2003 അപകടം ഉണ്ടായി. എന്ത് അപകടം ഉണ്ടായത്? സൈക്കിളിൽ തെറിച്ച് ദൂരെ പോയി വീണത്. സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അല്ല, ഞാൻ സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ഒരു പയ്യൻ സൈക്കിൾ കൊണ്ട് ഇടിച്ചതാ. ഞാൻ പൊങ്ങി മേലിൽ പോയിട്ട് സൈക്കിളിന് അത്ര ശക്തിയുണ്ടോ? ഇങ്ങനെ മുട്ടുമടക്കി ഇരിക്കുന്നത്. ടീച്ചറല്ലേ? ടീച്ചർ. ഒരു ടീച്ചറെ ഒരു സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥി ഇടിച്ച തെറിച്ച് പുറന്നു പോവോ? ഒരു വളവിന്റെ അവിടെ വെച്ച പയ്യൻ. പിന്നെ ബോർഡിൽ കൈപൊക്കി ബോർഡിൽ എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ ഇരുന്നാണ് ബെഞ്ചില് കസേരയിട്ടിരുന്നാണ് എഴുതുന്നത്. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ശരീരം മൊത്തം വേദന ആണ്. എനിക്ക് ഇരിക്കാൻ പറ്റാതെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 1/2 മണിക്കൂർ കിടന്ന ശേഷം സ്കൂളിൽ ഇപ്പൊ എഴുതാൻ പറ്റും. ഇപ്പൊ കൈ പൊക്കാൻ ഞാൻ ഇവിടെ മുട്ടുകൊത്ത എല്ലാം ചെയ്യാം. ഒരു പ്രശ്നമില്ല. നടക്കുന്ന സ്ഥലം പരിചയം അല്ലെങ്കിൽ വീഴുമെന്ന്. സൈക്കിളിൽ ഇടിച്ച പയ്യനോട് ക്ഷമിച്ചില്ലേ? എല്ലാവരോടും ക്ഷമിച്ചു. അവനോട് പ്രത്യേകം ക്ഷമിച്ചില്ലേ? ഓക്കെ. ഇപ്പൊ മുട്ടുകുത്താനൊന്നും പ്രയാസമില്ല. നടക്കുന്നതിന് പ്രയാസം. മുട്ടുകുത്തേക്ക് എഴുന്നേറ്റ് ടീച്ചറിനെ നന്നായിട്ട് എഴുതി പഠിപ്പിക്കുകയല്ലേ? ഇനി സൈക്കിൾ വരുമ്പോഴൊക്കെ സൂക്ഷിച്ച് യാത്ര ചെയ്യില്ലേ? കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.